കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കാമായിരുന്ന ഒരുപക്ഷെ ഇത്തിരി അറിയപ്പെട്ടു പോയ ഒരു കാര്യമാണ് തീർത്ഥാടന ടൂറിസം. പ്രത്യേകിച്ച് കുറവലങ്ങാട് പള്ളിയും മള്ളിയൂർ ക്ഷേത്രവും വിശുദ്ധ അൽഫോൻസാമ വളർന്ന മുട്ടിയറൽ ഭവനമൊക്കെ അടക്കമുള്ളപ്പോൾ വിദേശത്ത് നടക്കം ടൂറിസ്റ്റുകളെ നമുക്ക് തീർത്ഥാടകരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏറെ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഏകീകരണം ക്രോഡീകരണം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, അതില് ഒരു പ്രശ്നമുള്ളത് ഈ തീർത്ഥാടന ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചേറെ ബാധ്യതകളുണ്ട്. കുറവലങ്ങാട് പള്ളി തീർത്ഥാടന ടൂറിസം മാപ്പിൽ ഇടം തേടിയിട്ടുണ്ട്. അല്ല, ഇടം തേടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും അതിനോട് പള്ളിയും അല്ലെങ്കിൽ ക്ഷേത്രവും ഇവരെല്ലാം അവർ വിലയിരുത്തുമ്പോൾ ഇതിൽ ഗവൺമെന്റിന്റെ ഒരു കൺട്രോളോട് വരികയാണ്. ഇപ്പൊ പള്ളി സ്വന്തമാണ്. ഇപ്പോഴത്തെ തീർത്ഥാടന ടൂറിസത്തിൽ ഇടം നേടിയെന്ന് പറയുമ്പോഴും കുറവലങ്ങാട് ദേവാലയത്തിന് സ്വതന്ത്രമായ അധികാരങ്ങളോടുകൂടി കാര്യങ്ങൾ ഫങ്ഷനിങ്ങും എല്ലാ കാര്യങ്ങളും പള്ളി ചെയ്യണം. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു കൺട്രോളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൽ വരികയാണ്. അപ്പൊ അതിനോട് അവരൊന്നും പൂർണ്ണമായിട്ട് യോജിച്ചിട്ടില്ല. അതിനെല്ലാം യോജിച്ചിട്ടില്ല മാത്രമല്ല, അതിന് ഒരു വിശദമായ ഡിസ്കഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഗവൺമെന്റിന് അതിനകത്ത് എന്തുമാത്രമുണ്ട്. അപ്പൊ സ്വതന്ത്രമായി പള്ളികൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നയപരമായ ഒരു നിലപാട് വരേണ്ടതുണ്ട്. അപ്പൊ ക്ഷേത്രങ്ങളുടെ കൈവശം ഇരിക്കുന്നത് മള്ളിയൂർ ക്ഷേത്രം, അവിടെ ഒരു ട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മള്ളിയൂർ തിരുമേനിയുടെ നേതൃത്വത്തിലാണല്ലോ പോകുന്നത്. അപ്പൊ ക്ഷേത്രത്തിന് അപ്പൊ ഗവൺമെന്റിന്റെ സഹായം വളരെ വിലപ്പെട്ടതാണ്. അത് നമുക്ക് പ്രയോജനകരമാണ്. ഗവൺമെന്റ് നാളെ അവിടെ വന്നിട്ട് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ്സ് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ കൊങ്ങാട് പള്ളിയിലോട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന ടൂറിസം ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ പള്ളിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ആ പ്രശ്നം. അപ്പൊ അതിൽ നമുക്ക് ഒരു ഡിസ്കഷൻ ഇനിയും ആവശ്യമാണ്. സ്റ്റേറ്റ് ലെവൽ, ഗവൺമെന്റ് ലെവൽ ഡിസ്കഷൻ വേണം. തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി എത്ര തലമുറ ഗവൺമെന്റിന് വരാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ എന്താണ്, അതിലൂടെ ഡെവലപ്മെന്റിലേക്ക് വരാവുന്ന എന്തെല്ലാം ഇത് വ്യക്തത വരേണ്ട വിഷയമാണ്. ആ ഡിസ്കഷനിലേക്ക് കുറവലങ്ങാടിന്റെ ഒരു മുഖച്ഛായ മാറ്റിയെടുക്കാൻ കഴിയുന്ന വലിയൊരു വികസനം കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടവും സംസ്ഥാന സീഡ് ഫാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രഖ്യാപനങ്ങളുണ്ടായി. കാർഷിക സർവകലാശാലയും IT പാർക്കും സയൻസ് സിറ്റിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ പ്രഖ്യാപനം. ഇക്കാര്യത്തിൽ അങ്ങയുടെ ശ്രദ്ധ ഏത് രീതി? ഇതെല്ലാം നമ്മൾ പിന്നെ ഓരോ കാലഘട്ടങ്ങളിൽ നടത്തിയ ശ്രമങ്ങളാണ്. IT പാർക്ക് എൻ്റെ ഒരു സജഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിവിധ കാര്യങ്ങളും വലിയ പറഞ്ഞ പോലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സയൻസ് സിറ്റി എന്ന നിർദ്ദേശം മുന്നോട്ട്, സയൻസ് സിറ്റിയുടെ സാധ്യത കേരളത്തിൽ വന്നപ്പോൾ കോഴായി വേണം എന്നൊരാവശ്യം നമ്മൾ ഉന്നയിച്ചു. ഏതെങ്കിലും നിൽക്കുകയാണ്. അതിൽ നമ്മുടെ പ്രിയങ്കര MPC ജോസ് കെ മാണി അതിൽ വളരെ ആക്റ്റീവായി കോഴായ്ക്ക് കൂടെ പ്രയോജനം കിട്ടുന്ന വിധത്തിലുള്ള ഒരു പ്രോജക്റ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. ബഹുമാനപ്പെട്ട KM മാണി സാറും അതുപോലെ തന്നെയുള്ള ഒരു താല്പര്യം കാണിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി ശിവമൻകാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കേന്ദ്രമന്ത്രി ശ്രീ ആന്റണി വന്നപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പൊ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തലത്തിൽ ഒരു തീരുമാനം വരണം. ഇതിൽ നമുക്ക് കോഴായ്ക്ക് വേണ്ടി, കുറവലങ്ങാടിന് വേണ്ടി ഏത് നമുക്ക് തരാൻ പറ്റും. അപ്പൊ സെൻട്രലിൽ നിന്ന് ഏതെല്ലാം കിട്ടുമെന്നുള്ളത് അറിയണം. വരാൻ പോകുന്നു. ആ വരുന്നതിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കുറവലങ്ങാട് കോഴ കേന്ദ്രമായി വേണം എന്ന ഒരു നിലപാട് എന്നതിൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ MPയുടെയും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായ പ്രതികരണം. എൻ്റെ ഒരു പ്രതീക്ഷ ഈ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മെഗാ പ്രോജക്റ്റ് കോഴ കേന്ദ്രമായി യാഥാർത്ഥ്യമാക്കാൻ പറ്റും. യാഥാർത്ഥ്യമായ കോഴായിലൂടെ കുറവലങ്ങാടിന്റെ ഒരു മുഖച്ഛായ തീർച്ചയായും മാറ്റപ്പെടും എന്നുള്ളതാണ്. മോൻസ് ജോസഫിനെ കുറിച്ച് സാധാരണ ആളുകൾ പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നു. ഏത് മുന്നണിയിൽ നിന്നാലും എല്ലാ മുന്നണിയിലുള്ളവരുമായി ഐക്യജനാധിപത്യത്തിനോടും ഇടതുപക്ഷ ജനാധിപത്യത്തിനോടും BJPയും എന്നെല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സാധാരണ പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്നാണ്. ഇതിലെങ്ങനെയാണ് സാധിക്കുന്നത്? ശരി, അപ്പോൾ നമ്മൾ എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു, എല്ലാവരോടും സൗഹൃദപരമായി പിന്നെ പെരുമാറുന്ന പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ കടമയാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിർണായക ഭാഗം തന്നെ. വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യാൻ പാർട്ടി നൽകുന്ന ഒരു ബാധ്യതയാണ്. പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ഒരു പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്. പക്ഷെ അന്ധമായ പാർട്ടി നിലപാട് എന്ന് പറഞ്ഞ് ബാക്കി മനുഷ്യരുടെ മുഴുവൻ സഹോദരമാണ്. അതെനിക്ക് ഒരു രാഷ്ട്രീയ അന്ധതയോടുകൂടി നമ്മൾ പെരുമാറിയാൽ അതൊരു ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്നാണ് എൻ്റെ കാര്യം. അങ്ങനെ ചിലപ്പോൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സും ഓരോരുത്തരുടെയും തീരുമാനവും. എൻ്റെ മനസ്സും എൻ്റെ തീരുമാനവും നമുക്കെല്ലാ സ്ഥാനങ്ങളും നമുക്ക് ഇതെല്ലാം നമ്മളൊന്നുമല്ല. ഇതൊക്കെ ജനങ്ങൾ തരുന്നത് നാടിൻ്റെ പൊതുവായിട്ടുള്ള സ്വത്തുമാണ്. അല്ലെ, നമ്മൾ ജനപ്രതിയായിട്ട് തന്നെയാണെന്ന് പറയുന്ന ആര് വന്നാലും അത് ഈ നാടിൻ്റെ പൊതു സ്വത്താണ്.
അപ്പൊ നമ്മുടെ പ്രയത്നവും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ നമ്മുടെ കടമയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ജനപ്രതിയാകേണ്ട രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് ജനത്തിന്റെ നാടിന്റെ പൊതുസ്വത്ത് തന്നെയാണ്. അപ്പൊ എല്ലാ മനുഷ്യരോടും ഒരു സ്നേഹം കാണിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാ പാർട്ടികളെയും ആദരിക്കാനും രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയ മാന്യത കാണിക്കാനും എല്ലാവരുടെ സഹിഷ്ണുതയോടെ സമഭാവനയോടെ പെരുമാറാനും എല്ലാം നമുക്കൊരു കടമയുണ്ട്. ആ കടമ പരമാവധി നിർവഹിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നത്. അതിപ്പോ അത് മാത്രമല്ല, അതിപ്പോ നമ്മുടെ ആളുകളോടുള്ള സ്നേഹം നിലനിൽക്കണം എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹവും കൂടെ ഉണ്ട്. കുറെ കുറവുകൾ കാണാം, കുറെ വീഴ്ചകൾ കാണാം, എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുപോകാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നമുക്ക് ഏറ്റുമുട്ടേണ്ടി വന്നാലും എതിർക്കേണ്ടി വന്നാലും വിട്ടുവീഴ്ചയില്ലാതെ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ എതിർക്കുമ്പോഴും ഒരിക്കലും ആ എതിർക്കുന്ന മനുഷ്യനോട് പോലും മനസ്സിലൊരു വൈരാഗ്യം അയാളെ നശിപ്പിക്കുന്നത് തീർന്നൊന്നും ചിന്തിക്കാൻ നമുക്ക് ദൈവം പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്ക് അതിന് അവകാശമില്ല. നമ്മൾ അനുസരിക്കുകയും ചെയ്തു. കരുത്തുരുത്തി മാധ്യമ മണ്ഡലത്തിൽ അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മോൻസ് ജോസഫ് ഒരിക്കൽ കൂടി മന്ത്രിയാവും. കാരണം അത്രമാത്രം നേട്ടം കരുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് അങ്ങനെ മന്ത്രിസ്ഥാനത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു മന്ത്രി ഒരിക്കൽ കൂടി ഒരു മന്ത്രിയായി കരുത്തുരുത്തി ജനങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനോ ആളുകൾ അങ്ങനെ അഭിപ്രായം പറയുന്നതിനോ ഒന്നും നമുക്ക് സന്തോഷത്തില്ല. അതിന് അമിതമായി സന്തോഷിക്കുന്നതിൽ ഒരർത്ഥമില്ല. അവർ പറയുന്നതിനെ എതിർത്തിട്ടും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ കാണാതിരിക്കുന്ന സ്ഥാനങ്ങളെ തേടി പോകുന്ന മോൻസ് ജോസഫിനെ അല്ല ശരിക്കും കാണുന്നത്. മോൻസ് ജോസഫിനെ തേടി എത്തുന്ന സ്ഥാനങ്ങളെ ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഏത് മനുഷ്യനും സ്ഥാനങ്ങളൊക്കെ ആഗ്രഹം. ഞാനിപ്പോ ഇത് പറഞ്ഞൊന്നും ആഗ്രഹമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് MLA മത്സരിക്കാനും കരുത്തുരുത്തി സൗഹൃദ മത്സരം എന്ന് പറയുന്ന പ്രത്യേക ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കും ഇന്ന് മന്ത്രിയായി വളർന്ന് മോൻസ് ജോസഫിനെ കരുത്തുരുത്തിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. രണ്ടാമുള്ള മത്സരത്തിനപ്പുറം ഒരു സൗഹൃദ മത്സര പശ്ചാത്തലം, ഒരു യുവാവ് എന്നുള്ള വലിയൊരു നേട്ടം, ആ ഒരു പരിഗണന അന്ന് MLA ആവാൻ കഴിഞ്ഞു, തുടർന്ന് മത്സരിക്കാൻ കഴിഞ്ഞു, പിന്നീട് വീണ്ടും MLA ആയി വരാൻ കഴിഞ്ഞു, അതിലൂടെ മന്ത്രിയാവാൻ കഴിഞ്ഞു. പക്ഷെ അതായിരിക്കും അങ്ങയുടെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കിയ ഒരു ആ ഒരു സൗഹൃദ മത്സരമായിരുന്നില്ല. അല്ല, ആക്ച്വലി അങ്ങനെയില്ല. അതല്ല, നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് സൗഹൃദ മത്സരം. പ്രതീക്ഷമായിരുന്നെങ്കിൽ പോലും അങ്ങേക്ക് അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സൗഹൃദ മത്സരം അന്ന് അനുഗ്രഹമായിരുന്നു. കാരണം ആ മത്സരത്തിൽ ഇപ്പൊ 3 പേര് വന്നു. അതിൽ ചെറുപ്പക്കാരുടെ ഒരു പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഞാൻ മാത്രമല്ല, ചെറുപ്പക്കാരുടെ KSC പ്രസിഡന്റാണ്. സ്റ്റുഡന്റ് പൊളിറ്റിക്സ് കഴിഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ കൺട്രോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ച് ഒരു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു പരിഗണന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ മത്സരത്തിൽ പിന്നെ ഇവിടെ ത്രികോണ മത്സരം എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്ലസ് അതിൽ സ്ഥാനാർത്ഥി എന്നതിൽ വളരെ അനുകൂലമായിട്ട് വരാൻ എനിക്ക് സാധിക്കും. അപ്പൊ നമുക്ക് വലിയൊരു അതൊരനുഗ്രഹമായിരുന്നു, അതിനകത്ത് ഒരു സംശയമില്ല. അങ്ങനെയൊന്നും വന്നിട്ടുണ്ട്. പിന്നെ അത് തീർച്ചയാണ്. അപ്പൊ ഞാൻ അതിനുശേഷം അപ്പോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് ആഗ്രഹിക്കുന്നതും ഒക്കെ നമ്മുടെ സ്വകാര്യ ആഗ്രഹങ്ങളാണ്. അത് പരിധി വിട്ടു പോയാൽ അമിതമായ അനാവശ്യമായ ആഗ്രഹങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ സ്വയം നാശമായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പൊ മന്ത്രിസ്ഥാനത്തെ കുറിച്ച് പിന്നെ ഇത്രയും ചോദിച്ചത്, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഊഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അർഹതയില്ലാത്തതോ അല്ലെങ്കിൽ ഇപ്പൊ സാധ്യതയില്ലാത്തതോ ആയ ഒരു കാര്യത്തെ കുറിച്ച് നമ്മളിപ്പോ സ്വതന്ത്രമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് പിന്നെ ഡൗണാകാനും നമ്മൾ കൂടുതൽ കുഴപ്പത്തിലാകാൻ ഇടവരുന്നുണ്ടാകാൻ വേറെ വല്ല കാര്യമുണ്ട്. ഇതൊന്നും നമ്മൾ പോയിരുന്ന് കുസ്തി പിടിച്ച് മേടിച്ചുകൊണ്ടോ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ശരിയുമില്ല, അതിന്റെ കാര്യമില്ല. ഇപ്പൊ മന്ത്രിസ്ഥാനത്തേക്ക് PG ജോസഫ് ആദ്യം മന്ത്രിസ്ഥാനം മാറിയപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ഒരുപോലെ റിപ്പോർട്ട് ചെയ്തു അടുത്ത മന്ത്രി ഞാനായിരിക്കും റിപ്പോർട്ട്. പക്ഷെ അത് ഉള്ളതന്നെ അതിനകത്തരത്തിൽ ആളുകളുടെ അദ്ദേഹം ആദ്യമായിട്ട് മത്സരിച്ചു, അദ്ദേഹം ആ നിലയിലേക്ക് വന്നു, ആളുകളുടെ ചിത്രത്തിൽ അപ്പോൾ ഇല്ല, മാധ്യമങ്ങൾ ആരും എഴുതിയില്ല. പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തപ്പോൾ PG ജോസഫ് മന്ത്രിസ്ഥാനത്ത് മാറുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു ഷിഡിയോ കൂടെ മതിയാണ്. ഇതിന്റെ കാരണങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പാർട്ടി ആഭ്യന്തരമായി ചർച്ച ചെയ്തു. പാർട്ടിയുടെ തീരുമാനം ഒരു മണിക്കൂർ കൂടി ഞങ്ങൾ എടുത്തു. അപ്പൊ അന്ന് ജയറാമാണ് നമ്മുടെ ഈ ഇന്ത്യ വിഷൻ വൈകിട്ട് ആദ്യത്തെ വാർത്ത അന്ന് പുറത്തു പോകുന്നത് ഇന്ത്യ വിഷനിലാണ്. ഇപ്പൊ ജയറാം ചോദിക്കുന്നുണ്ട്, എന്നോട് തന്നെ ചോദിക്കുകയാണ്, താങ്കൾക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം താങ്കൾക്ക് തരാതെ ഇപ്പോൾ ആരും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലാത്ത ഒരാളെ നിങ്ങൾ പാർട്ടി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ?
അതിനെതിരെ പ്രതിഷേധം, താങ്കളുടെ പ്രതിഷേധമായി എന്താ പ്രതികരണം? അപ്പോൾ എൻ്റെ പ്രതികരണം ഞാൻ അത് പ്രതിഷേധമായിട്ടല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങൾ ഏകണ്ഠമായി എടുത്തതാണ്. ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ടി.യു. അദ്ദേഹം മന്ത്രിയായ സത്യപ്രതിജ്ഞയും പാർട്ടി ഏകണ്ഠമായി മാനിച്ചൊരു ചർച്ചയ്ക്ക് നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പിന്നെ കേരളത്തിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അനാവശ്യ ചർച്ചയ്ക്കാണ് പ്രസക്തിയിരിക്കുന്നത്. ഒരു വാചകത്തിൽ മുഴുവൻ ചർച്ചകൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ പാർട്ടി തന്നെയാണ് വരുന്നത്. വ്യക്തിപരമായ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യമൊക്കെ പാർട്ടിക്കുള്ളിൽ പറയും. പാർട്ടി ചർച്ച ചെയ്യും, പാർട്ടി തീരുമാനിക്കും. പാർട്ടി എടുക്കുന്ന തീരുമാനം അനുസരിക്കാൻ എല്ലാവരും പാകിസ്ഥാനാണ്. ഞാൻ അനുസരിച്ചു. ഒരുപക്ഷെ അങ്ങനെ അനുസരിച്ച് നിന്നപ്പം മറ്റൊരു സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു മന്ത്രിസ്ഥാനം. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു നിയമം തീരുമാനം. ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ളവർക്ക് കിട്ടും. നമ്മളല്ല ആവശ്യമില്ലായിരുന്നു ഭാഗം ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് നമുക്ക് തന്നെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല. അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് കിട്ടേണ്ട സമയത്ത് കിട്ടും. നമുക്കിപ്പോൾ ഉള്ളത് നമ്മളിൽ അർപ്പിക്കപ്പെട്ട ജോലി സത്യസന്ധമായി വിശ്വസ്തയോടെ ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അതിപ്പം എന്നിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എന്നിൽ ചുമതല ഉണ്ടായിരിക്കുന്നു MLA എന്നത് നന്നായി തോന്നുന്നു. ആ ജോലി പരമാവധി ഭംഗിയായി ചെയ്യാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും. മുഴുവൻ ജനങ്ങളെ സ്നേഹിക്കും, ആത്മാർത്ഥമായി നാടിനെ സ്നേഹിക്കും, പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ റോഡ് വികസന രംഗത്ത് അങ്ങ് തുടങ്ങി വെച്ച വലിയൊരു വിപ്ലവം വികസനത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി. മാത്രമല്ല, കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്ത സ്ഥാപനം ഏതാണ്? കേരളത്തിൽ ഇതുവരെ അനുഗ്രഹിക്കപ്പെട്ട റോഡ് വിഷുവിനെ പെട്ടെന്ന് വരുന്ന ആളുകൾ വന്നത് സാധാരണ ജനങ്ങൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് മുന്നോട്ട് വന്നപ്പോൾ സന്തോഷം ജനങ്ങൾക്കൊണ്ട് നാട് ഗുണമാണ്. സ്ഥാപനങ്ങൾ എത്രയാണ് ഇവിടെ കൊറോലങ്ങാടിന്റെ തന്നെ ഈ ഗവൺമെന്റ് എത്രയോ കാലമായി കൊറോലങ്ങാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് കൊറോലങ്ങാട് ട്രഷറി. ഇപ്പൊ ബഡ്ജറ്റൊക്കെ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഈ ബഡ്ജറ്റിന് ഇടയ്ക്കല്ലേ ട്രഷറി വരും. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുത്തു. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുത്തതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയായി വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല കൊറോലങ്ങാട് ട്രഷറി. പക്ഷെ ബഡ്ജറ്റിന്റെ അലോട്ട്മെന്റിൽ കേരളത്തിൽ വിവിധ ട്രഷറി തുടങ്ങാനുള്ള ഐറ്റം ചേർത്തിട്ടുണ്ട്. ആ ഐറ്റത്തിൽ ഉൾപ്പെടുത്തി കൊറോലങ്ങാട് കേരളത്തിലുള്ള സ്ഥലങ്ങളെ ട്രഷറി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ബഡ്ജറ്റിൽ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകൾ മുഴുവൻ മാറ്റാൻ 80 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ കൊറോലങ്ങാട് ഉൾപ്പെടെയുള്ള സാർവ സർക്കിൾ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ് മാറ്റിയെന്നുള്ള പ്രോജക്റ്റിന് ഉപയോഗപ്പെടുത്താൻ ഈ വർഷത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായി അതിനുള്ള സാധാരണക്കാരന് കുടിവെള്ളം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നിരവധി സ്ഥാപനങ്ങൾ, ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ഇവിടുത്തെ സിവിൽ സ്റ്റേഷനുകൾ, പോളിടെക്നിക്ക് പഞ്ചമാട്ടത്തിലേക്ക് വരും. അപ്പൊ ഞാൻ ചോദിക്കും, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എത്രയാണ്? കൊറോണ ആശുപത്രിയായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. എല്ലാ മിക്കവാറും പഞ്ചായത്തുകളിൽ ഹോമിയോ ആയുർവേദ ആശുപത്രി, നിരവധിയായ സ്ഥാപനങ്ങൾ കൊറോണയുടെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് അടുത്തടുത്ത് വിദ്യാഭ്യാസം ഇല്ല. അങ്ങനെ വികസന രംഗത്തെ എല്ലാ മേഖലകൾക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ് നമുക്ക് അത് ഇനി എത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് വിഷൻ 2015 മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒട്ടേറെ വികസന രംഗത്ത് കടുത്തുരുത്തി നിയോജക മണ്ഡലം മറ്റു നിയോജക മണ്ഡലത്തിൽ കേരളത്തിലാകമാനം മാതൃകയായിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കെല്ലാം മോനിശ്വസിക്കുന്ന ഒരു ജനനായകൻ, ജനപ്രതിനിധിയുണ്ട്. അങ്ങേക്ക് അതിനുവേണ്ടി എല്ലാ കഴിവുകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സിറ്റി ചാനലിനോടൊപ്പം സിറ്റി ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ, വികസന നേട്ടങ്ങളെ ഈ നിയോജക മണ്ഡലത്തിലെ പുതിയ വികസന മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള വഴികളെ തുറന്ന് അങ്ങേക്ക് പ്രത്യേക നന്ദി. സിറ്റി ചാനലിനെ കുറിച്ച് കൊറോലങ്ങാട് കേന്ദ്രമായി ഇതുപോലെ ഇതൊരു പുതിയ തുടക്കമാണ്. ഇവിടെ നമുക്ക് ചാനലുകളുടെ ഒരു സാധ്യത കൊറോലങ്ങാട് കേന്ദ്രമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സിറ്റി ചാനലാണ് ആദ്യമായി ഇത്തരം ഒരു പുതിയ കാൽവയ്പ്പിന് ധൈര്യമായി മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ ആളുകളുടെ മുൻപിൽ ചാനലുകളുടെ പ്രസക്തി വന്നിരിക്കുമ്പോൾ കൊറോലങ്ങാടൊക്കെ ഭാവിയിലേക്ക് വരാൻ പോകുന്ന വലിയ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യത്തിലേക്കാണ് വന്നിട്ടുള്ളത്. എല്ലാ കുടുംബങ്ങളിലേക്കും വികസനവും ജനകീയ പ്രശ്നങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വഴി തുറക്കുകയാണ് കൊറോലങ്ങാട്. അപ്പോൾ അതുകൊണ്ട് സിറ്റി ചാനലിന്റെ ഈ നല്ല പ്രവർത്തനത്തെ ഞാൻ എല്ലാ ആശംസകളും രേഖപ്പെടുത്തുന്നു. എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. ജനോപകാരപ്രദമായി മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന ഒരു ചാനൽ എന്ന നിലയിലേക്ക് സിറ്റി ചാനലിന് ഉയരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.